കൊല്ലംകാരനല്ല. എവിടുത്തുകാരനാണ്? ഞാൻ പറഞ്ഞു തൃശ്ശൂർക്കാരനാണ്. തൃശ്ശൂരിൽ നിന്ന് വന്നാണോ? അതെ. തിരിച്ചു പോവുകയും ചെയ്യും. പക്ഷേ ഞാൻ കൊല്ലംകാരനാണ്. കൊല്ലംകാരനാകുന്നത് എൻ്റെ വിദ്യാഭ്യാസ കാലത്താണ്. 1984, 86 കാലഘട്ടത്തിൽ ഞാൻ കൊല്ലത്ത് ഫാർമസി പഠിക്കാൻ വന്ന ആളാണ്. ആദ്യം അത് സാറിൻ്റെ, നമ്മുടെ ബഹുമാനപ്പെട്ട ഉദ്ഘാടകൻ അനിൽ സേവ്യർ IAS സാറിൻ്റെ വീടിൻ്റെ അടുത്തായിരുന്നു. ഏകദേശം എന്താ സ്ഥലത്തിന് പറയുക, പോളയത്തോട് അപ്പുറത്ത് മാടൻ നട എന്ന് പറയുന്ന സാറിൻ്റെ വീടിൻ്റെ അടുത്തായിരുന്നു. അതെ. അവിടെ നിന്ന് പിന്നെ അത് നിങ്ങളുടെ ഈ അടുത്തുള്ള കല്ലന്താഴം എന്ന് പറയുന്ന സ്ഥലത്തേക്ക് മാറ്റി. അവിടെയാണ് ഞാൻ ഫൈനൽ സെക്കൻഡ് ഇയർ എഴുതിയത്, പരീക്ഷ എഴുതി. അപ്പോൾ ഞാൻ വിദ്യാഭ്യാസം കൊണ്ട് കൊല്ലംകാരനാണ്. മാത്രവുമല്ല, എൻ്റെ പല സിനിമകളും ചിത്രീകരിച്ചത് കൊല്ലത്താണ്. അമ്പലക്കര ഫിലിംസിൻ്റെ നടൻ കമൽ സാറ് സംവിധാനം ആ സിനിമയുടെ ഷൂട്ടിംഗ് ഈ പ്രദേശത്തായിരുന്നു. പിന്നെ അവരുടെ തന്നെ പേരറിയാത്തവർ എന്നൊരു സിനിമ ഇവിടെ തന്നെയാണ് ഷൂട്ട് ചെയ്തത്. മാത്രമല്ല, കൊല്ലം എനിക്ക് എല്ലാം കൊണ്ടും പ്രിയപ്പെട്ട സ്ഥലമാണ്. എൻ്റെ നാടായ തൃശ്ശൂർ പോലെ തന്നെയാണ് എനിക്ക്. എൻ്റെ നാടായ തൃശ്ശൂരിലും പൂരമുണ്ട്, കൊല്ലത്തും പൂരമുണ്ട്. കൊല്ലത്ത് നിന്നാണ് മലയാള ചലച്ചിത്ര രംഗത്തെ, സാഹിത്യ രംഗത്തെ, സാംസ്കാരിക രംഗത്തെ ഒട്ടനവധി പ്രതിഭകൾ കൊല്ലംകാരാണ്. എവിടെ നിന്ന് എണ്ണി തുടങ്ങണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എണ്ണി തുടങ്ങുമ്പോൾ കൊട്ടാരക്കര തമ്പുരാനി എന്നൊക്കെ തുടങ്ങേണ്ടി വരും. കഥകളിയുടെ ചരിത്രമൊക്കെ പറയേണ്ടി വരും. സാഹിത്യത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരുപാട് മഹാരഥന്മാരെ ഓർക്കേണ്ടി വരും. ONV സാറിനെ ഓർക്കേണ്ടി വരും. സംഗീതം പറയുമ്പോൾ ദേവരാജൻ മാസ്റ്റർ എന്ന മഹാനായ സംഗീതകാരനെ ഓർക്കേണ്ടി വരും. ഓർക്കണം, ഓർത്തേ പറ്റൂ. കഥാപ്രസംഗത്തിൻ്റെ കുലപതി സാംബശിവൻ സാറിനെ ഓർക്കണം. കൊല്ലത്ത് സ്ഥിരതാമസമാക്കിയ ഒട്ടനവധി മറ്റ് സാഹിത്യകാരൻ ഓർക്കണം. അപ്പൻ സാറിനെ ഓർക്കണം. അങ്ങനെ മലയാള സിനിമയിൽ ഒരു കാലത്ത് 1.5 കൊല്ലം കൊണ്ട് ആക്ഷൻ ഹീറോ ആയി മാറിയ, 1.5 വർഷം കൊണ്ട് മാത്രം, വെറും 1.5 വർഷം കൊണ്ട് വന്നിട്ട് കുറച്ചു കാലം വില്ലൻ വേഷങ്ങളൊക്കെ ചെയ്ത് 1.5 വർഷം മാത്രം സൂപ്പർ സ്റ്റാറായ നടൻ, പെൺകുട്ടികളുടെ ഹൃദയം കവരുന്നവനാണ്, അമ്മമാരുടെ മാനം കവരുന്നവനെ എന്ന് പറയുന്ന നടൻ ജയനെ ഓർക്കണം. ഇവിടെ നിന്ന് ഞങ്ങളുടെ നാട്ടിലെത്തി ഞങ്ങളുടെ നാടിനെ, തൃശ്ശൂരിനെ ഞെടുക്കുവാണ് എന്ന് പറഞ്ഞ് എടുത്തുകൊണ്ട് പോന്ന സാറിൻ്റെ, അനിൽ സേവ്യർ IAS സാറിൻ്റെ ക്ലാസ്മേറ്റാണ്. ഞങ്ങളെല്ലാം ഒന്നിച്ച് പഠിച്ചവരാണ് കേട്ടോ. ചുമ്മാതല്ല. ഫാത്തിമ മാതാ കോളേജിൽ ഈ അനിൽ സേവ്യറും ശ്രീ എൻ്റെ സതീർത്ഥ്യൻ പ്രേമികർ ഞങ്ങൾ ഒരൊറ്റ ഇലയിൽ ഭക്ഷണം ഒന്നിച്ച് നമ്മുടെ തേങ്ങാ ചമ്മന്തിയൊക്കെ കൂടി കൂട്ടി കുഴച്ച് ഞെരടി പിഴിഞ്ഞ് നാക്കി തുടച്ച് കഴിച്ചവരാണ് എന്ന് പറയുന്ന എൻ്റെ നാടിൻ്റെ MP ആയിട്ടുള്ള അദ്ദേഹം. പിന്നെ ഒരുപാട് പ്രഗത്ഭരായിട്ടുള്ള ആളുകളുണ്ട്. അപ്പോൾ ഈ കൊല്ലത്തിൻ്റെ, പിന്നെ കൊട്ടാരക്കര എന്ന് പറയുമ്പോൾ എനിക്ക് മലയാള സിനിമയിലെ ഏറ്റവും വലിയ നടൻ്റെ, അതായത് മലയാള സിനിമയിൽ ഏറ്റവും വ്യത്യസ്തങ്ങളായ കഥാപാത്ര ആവിഷ്കാരങ്ങളോടെ നമ്മെ അത്ഭുതപ്പെടുത്തിയ കൊട്ടാരക്കര സാറിനെ ഓർക്കണം. കൊട്ടാരക്കര ശ്രീധരൻ നായർ സാർ, മഹാനായ നടൻ. പിന്നെ ഞങ്ങളുടെ തന്നെ നാടക രംഗത്തും സിനിമയിൽ വന്ന് പൊലിഞ്ഞു പോയ മുരളിയേട്ടനെ ഓർക്കണം, ഭരത് മുരളിയേട്ടൻ. അങ്ങനെ സായികുമാർ, അങ്ങനെ കുറേ പേര്. കൊട്ടാരക്കരയുമായി ബന്ധപ്പെട്ട ഒരു വലിയ ജോക്ക് എന്ന് വെച്ചാൽ, കൊട്ടാരക്കരക്കാരനായ ഒരാൾ എൻ്റെ നാട്ടിൽ ജോലി ചെയ്തിരുന്നു. പോവാണ്. എവിടെ പോകും? എന്തുവാ ഇയാൾ എങ്ങോട്ട് പോകുന്നു? അപ്പോൾ അത് കൊല്ലം ഭാഷയിൽ പറഞ്ഞതാ. കൊട്ടാരക്കരക്കാരനായ ഒരാൾ ഞങ്ങളുടെ നാട്ടിൽ ജോലി ചെയ്തിരുന്നു. ഞങ്ങളുടെ നാട്ടിൽ എല്ലാ ജില്ലക്കാരും ജോലി ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ നാട്ടുകാർ ഇവിടെയും ജോലി ചെയ്തിട്ടുണ്ട്. അപ്പോൾ കൊട്ടാരക്കരക്കാരനായ ഒരാൾക്ക് രാത്രി 12 മണി സമയത്ത് ബസ് സ്റ്റാൻഡിലെത്തി. KSRTC ബസ്സിലാണല്ലോ, ഇപ്പോഴും അങ്ങനെ തന്നെയൊക്കെയാണ്. ഓടി വന്നിട്ട് അവിടെ നിന്നിരുന്ന ഒരു ബാഗ് കക്ഷത്ത് വെച്ചേക്കുന്ന ഒരു യാത്രക്കാരനോട് ഓടി വന്നിട്ട്, അയാൾ കോഴിക്കോട് മറ്റേ ജോലി ചെയ്യുന്നത്, വേറെ ബസ്സിലേക്ക് അങ്ങ് ഇറങ്ങി കയറി വന്ന് തൃശ്ശൂർ വന്ന് ഓടി ബസ് സ്റ്റാൻഡിലേക്ക് ഓടി വന്നിട്ട് KSRTC സ്റ്റാൻഡിൽ നിൽക്കുന്ന 2-3 പേരോട് ചോദിച്ചു, കൊട്ടാരക്കരയ്ക്ക് ബസ്സുണ്ടോ? അപ്പോൾ അയാൾ ചോദിച്ചു, എന്തുണ്ട്? ഞങ്ങളുടെ ഭാഷയിൽ കൊട്ടാരക്കരയ്ക്ക് ബസ്സുണ്ടോ? അപ്പോൾ തൃശ്ശൂർകാരൻ പറഞ്ഞു, കൊട്ടാരക്കര ജീവിച്ചിരിക്കുമ്പോൾ ബസ്സുണ്ടായിരുന്നോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷെ ഇപ്പം മകരിച്ചതിന് ശേഷം മകൻ സായികുമാർ ബസ് വാങ്ങിച്ചിട്ടുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ കൊട്ടാരക്കര എന്ന് പറഞ്ഞാൽ അറിയപ്പെടുന്ന സ്ഥലനാമത്തിലല്ല, കൊട്ടാരക്കര ശ്രീധരൻ നായർ എന്ന നടൻ്റെ പേരിലാണ്.
എന്നാലോചിച്ച് നോക്കണം. വയലാർ എന്ന നാട് അറിയപ്പെടുന്നത് വയലാർ രാമവർമ്മ എന്ന മഹാനായ കവിയുടെ പേരിലാണ്, ഗാനരചയിതാവിൻ്റെ പേരിലാണ്, സാംസ്കാരിക സംഗീത ശില്പിയുടെ പേരിലാണ്. പരവൂർ എന്ന സ്ഥലം അറിയപ്പെടുന്നത് പരവൂർ ജി ദേവരാജൻ എന്ന മഹാനായ സംഗീതകാരൻ്റെ പേരിലാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഈ ഒരു മനോഹരമായ സ്ഥലത്ത് അടുത്ത തലമുറയെയാണ് അഡ്രസ്സ് ചെയ്യുന്നത്. എനിക്ക് ഏറ്റവും ഭീതി അടുത്ത തലമുറയോട് സംസാരിക്കാനാണ്. കാരണം നമ്മളെക്കാളൊക്കെ ഇപ്പോൾ അനിൽ സേവ്യർ സാറിനെ പോലുള്ള IAS ഉദ്യോഗസ്ഥന്മാർ അദ്ദേഹത്തിൻ്റെ IAS അനുഭവങ്ങൾ എഴുതണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരുപാട് പേര് എഴുതുന്നുണ്ട്. സാറിനേക്കാളൊക്കെ ജൂനിയറായിട്ടുള്ള ആൾക്കാരൊക്കെ എഴുതി അദ്ദേഹത്തിൻ്റെ IAS അനുഭവങ്ങളൊക്കെ എഴുതണം. അപ്പം അടുത്ത തലമുറയിലുള്ള കുട്ടികൾക്ക് ഇപ്പോഴത്തെ പ്രശ്നം എന്താ വെച്ചാൽ അവർക്ക് അറിവുണ്ട്, എല്ലാ അറിവുണ്ട്. നിങ്ങളുടെ മക്കളൊക്കെ അല്ലെങ്കിൽ എൻ്റെ കൊച്ചുമക്കളൊക്കെ വലിയ അറിവുള്ളവരാണ്. അവർക്ക് അറിയുന്ന ഒരു അറിവ്, ഒരു മൊബൈൽ ഫോൺ കൊടുത്തു കഴിഞ്ഞാൽ അവർ നമുക്ക് കാണാത്ത സ്വർഗങ്ങൾ കാട്ടിത്തരും എന്ന് പാട്ടിൽ പറഞ്ഞ പോലെയാണ്. പിന്നെ കനകവിമാനത്തിൽ കൊണ്ടുപോകും. കനകവിമാനം ഹൃദയമാ പൈകിളിയെ പാടിയുറക്കും. അവസാനം ഫോൺ നോക്കി അവസാനം ദുഃഖത്തിൽ അഗ്നിയിലരിക്കും കഷ്ടം ജീവിതം തമ്പി സാറിൻ്റെ പാട്ട് തിരുത്തേണ്ടി വരും. എല്ലാവരും കൊണ്ട് കുട്ടികളുണ്ട്. ഇപ്പം നമ്മൾ തന്നെ ഒരു സംശയം ചോദിക്കുകയാണ്. ഇപ്പോൾ ഒരു ഭാഷയെക്കുറിച്ചൊരു സംശയം, അല്ലെങ്കിൽ ഒരു വ്യക്തിയെക്കുറിച്ചൊരു സംശയം, അല്ലെങ്കിൽ കൊട്ടാരക്കരയെക്കുറിച്ചൊരു സംശയം ചോദിച്ചാൽ ഉടനെ ഗൂഗിൾ എന്ന് പറയുന്ന ദൈവം എല്ലാം കാണിച്ചു. ഗോഡിനെ റീപ്ലേസ് ചെയ്ത വാക്കാണ് ഗൂഗിൾ. എല്ലാം അറിവുകളും തരുന്ന ഒരാൾ. എല്ലാ അറിവുകളുമുണ്ട്, വിദ്യാഭ്യാസമുണ്ട്, പക്ഷേ തിരിച്ചറിവുകൾ എവിടെ? അതാണ് പ്രശ്നം. ഏറ്റവും കൂടുതൽ കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്ന കാലമാണ്. ചെറിയ കാര്യങ്ങളൊക്കെ, മൊബൈൽ ഫോൺ നിലത്ത് വീണു തകർന്നു പോയി എന്നുള്ളതാണ് എൻ്റെ കാര്യം. മറ്റൊന്ന്, മാർക്ക് കുറഞ്ഞു പോയാൽ മിസ്സുമാരും അല്ലെങ്കിൽ സാറന്മാരും ഭീഷണിപ്പെടുത്തുമോ, പിറ്റേ ദിവസം വഴക്ക് പറയുമോ എന്ന് പേടിച്ചുകൊണ്ട് കുട്ടികൾ ആത്മഹത്യ ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ എല്ലാ അറിവുമുണ്ട്, തിരിച്ചറിവുകൾ എവിടെയാണ്? എന്താ, ഇൻഫർമേഷൻ ടെക്നോളജിയുടെ കാലമാണ്. പക്ഷേ എവിടെയാണ് വിസ്ഡം ടെക്നോളജി? എവിടെയാണ് തിരിച്ചറിവ്? അത് കിട്ടണമെങ്കിൽ എന്ത് വേണം? ധാരാളം പുസ്തകങ്ങൾ വായിക്കണം, ആഴ്ചപ്പതിപ്പുകൾ വായിക്കണം. ദിനപത്രങ്ങൾ ചവിട്ടിപ്പോകുന്ന കുട്ടികളെ കണ്ടിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. രാവിലെ സ്കൂളിലേക്ക് തിരക്ക് പിടിച്ച് വാൻ വന്ന് നിൽക്കുമ്പോൾ, വണ്ടി വന്ന് നിൽക്കുമ്പോൾ ഗേറ്റ് തുറന്ന് വീണ് കിടക്കുന്ന ദിനപത്രങ്ങൾ ചവിട്ടി പോകുന്ന കുട്ടികൾ. അച്ഛനമ്മമാരോട് പറഞ്ഞ് ഇത് ചെയ്യുന്ന എന്താ വെച്ച് പറഞ്ഞു, അത് കുഴപ്പമില്ല സാറേ. അപ്പോൾ തിരിച്ചറിവുകൾക്ക് ഒറ്റ വഴിയുള്ളൂ. അതിനാണ് സാഹിത്യം, അതിനാണ് കല, അതിനാണ് സംഗീതം, അതിനാണ് സാഹിത്യം, അതിനാണ് പൊതു ലോകത്തെക്കുറിച്ചുള്ള ഒരറിവ്. അപ്പം അതുണ്ടാവാൻ ഉള്ള വഴിയാണ് ഈ സ്റ്റേജ്. ഈ കെട്ടിയിട്ടിരിക്കുന്ന സ്റ്റേജ് എന്ന് പറയുന്നത് ഇപ്പോൾ താൽക്കാലികമായി ഉണ്ടാക്കിയ ഒരു 70mm സ്ക്രീൻ പോലെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന വിഷ്വൽസ് നിങ്ങൾ കാണിച്ചു തരുന്ന ഈ സ്റ്റേജ് ഉണ്ടാക്കിയത് കുട്ടികളിൽ എന്തുണ്ടാക്കാനാണ്? ആത്മവിശ്വാസം ഉണ്ടാക്കാൻ. വിദ്യാഭ്യാസത്തിലൂടെ വിശ്വാസം ഉണ്ടാവും, പഠിക്കാം, ജയിക്കാം. പക്ഷേ ജീവിതത്തെ നേരിടാനുള്ള ആത്മവിശ്വാസം ലഭിക്കുന്നത്, തിരിച്ചറിവിനുള്ള ആത്മവിശ്വാസം ലഭിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ചില കാര്യങ്ങളിലൂടെയും ഈ അരങ്ങിൽ കുട്ടികൾ കലാപരിപാടി നടത്തുന്നതിൽ കിട്ടുന്ന വലിയ വിശ്വാസം. നല്ല പോലെ പഠിക്കുന്ന മിടുക്കന്മാരായ കുട്ടികളൊക്കെ പുസ്തക പുഴുക്കളായിട്ട് അങ്ങ് ഒതുങ്ങിപ്പോവും പലപ്പോഴും. പക്ഷേ രംഗവേദിയിൽ ഒരു പാട്ട് പാടിയിട്ടോ, അതല്ലെങ്കിൽ ഒരു നാടകത്തിൽ ഒരു കഥാപാത്രമായിട്ടോ, അതല്ലെങ്കിൽ നൃത്തം ചെയ്തിട്ടോ, നേരത്തെ കണ്ടില്ലേ അവതരണ ഗാനം, അതുപോലെ ഇനി പാടാൻ പോകുന്ന കുട്ടികൾ, ഇവർക്കൊക്കെ ഈ കോൺഫിഡൻസ് ലഭിക്കുന്നത് ഈ വേദികളിൽ നിന്നാണ്. അത് ഏറ്റവും സമ്പന്നമായ വേദിയാണ്. പണ്ടൊക്കെ റിപ്പോർട്ട് അവതരിപ്പിക്കുന്നതായിട്ട് ഉറക്കം വരും അല്ലേ? റിപ്പോർട്ട് സ്പീച്ച് എന്ന് പറഞ്ഞാൽ ഞാനപ്പോൾ ഉറങ്ങാൻ തുടങ്ങി. പക്ഷേ ഇപ്പോൾ അത് ദൃശ്യത്തിൻ്റെ ഭാഷയിലായി. ഇപ്പോൾ അതിനകത്താണ് റിപ്പോർട്ട് കാണുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കണം, ദൃശ്യം ഏറ്റവും കൂടുതൽ നമ്മളെ സ്വാധീനിക്കും. ദൃശ്യങ്ങളിലൂടെയാണ് ഏറ്റവും സ്വാധീനിക്കുക. പക്ഷെ അനാവശ്യമായ ദൃശ്യങ്ങളാണ് പലപ്പോഴും നമ്മുടെ മക്കൾ കാണുന്നത്. ആവശ്യമുള്ളതിനെ എടുക്കുകയും അനാവശ്യമായതിനെ തള്ളിക്കളയുന്ന പരിപാടി ഇല്ല. ഇത്രയും ഇത് ഉപദേശമൊന്നുമല്ല, ഒരിക്കലും ഞാൻ യോഗ്യനല്ല. നമ്മുടെ കുട്ടികൾ നമ്മളെക്കാൾ അറിവുള്ളവരാണ്. ഇനിയും കുറച്ച് തമാശ പറയാം, അതാണ് ബെസ്റ്റ്. ഞാനിങ്ങനെ ഈ കേരളം മുഴുവൻ, കേരളം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് കിടക്കുന്നത്? കിഴക്ക് സഹ്യപർവ്വതത്തിൽ തലവെച്ച് പടിഞ്ഞാറ് അറബിക്കടലിൽ കാല് കഴുകി, ഇടത്തെ കൈ അങ്ങ് പാറശാലയിലും വലത്തെ കൈ അങ്ങ് മഞ്ചേശ്വരത്തുമായിട്ട് ഇങ്ങനെ കിടക്കുകയാണ് കേരളം.
കേരളത്തിൻ്റെ കിടപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തോണി കമഴ്ത്തിയിട്ട പോലെയാണ്. അതല്ലെങ്കിൽ പാവയ്ക്ക ഇല്ലേ, പാവയ്ക്കയ്ക്ക് വല്ലത് എന്തുവാ പറയുന്നത്? പാവയ്ക്ക തന്നെയല്ലേ? പാവയ്ക്കയ്ക്ക് സാറിനറിയാം, പാവയ്ക്കയ്ക്ക് ഹിന്ദിയിൽ പറയുന്ന വാക്ക് കരയില എന്നാണ്. കരയില്ല, എനിക്ക് തോന്നുന്നു അതിൽ നിന്നാണോ കേരളം പേരുണ്ടായത്. ശരിക്കും ഒരു പാവയ്ക്ക നെടുകയും പിളർത്തി കമഴ്ത്തി വെച്ചാൽ കിട്ടുന്ന ഒരു ഇമേജ് അല്ലേ കേരളത്തിൻ്റെ? ഇങ്ങനെ ചെരിഞ്ഞ് ഈ കേരളത്തിൽ എത്ര മലയാളികൾ, എത്ര മലയാളങ്ങൾ, എത്ര ഭാഷകൾ, എത്ര മലയാളികൾ ലോകത്തിൻ്റെ നാനാഭാഗത്ത്. നമ്മുടെ തലസ്ഥാനം തിരുവനന്തപുരമാണ്. തലയെങ്ങി ഇവിടെയാണ് കിടക്കുന്നത്. തിരുവനന്തപുരത്തേക്ക് ഞാൻ പോയി, ആദ്യമായിട്ട് ഞാൻ തിരുവനന്തപുരത്ത് ഒരു കല്യാണത്തിന് പോയതാണ്. അപ്പോൾ അവിടെ ഇറങ്ങിയൊരു നാരങ്ങാ വെള്ളം കുടിക്കാൻ തൊട്ട് എന്നെ കൊണ്ടുപോയി ഒരാൾ. ഞാൻ എട്ടാം ക്ലാസ്സിലുണ്ടോ. അപ്പോൾ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നാരങ്ങ അടിക്കുന്ന ആളുടെ ഡേയ് പ്യാരെന്തി. അപ്പോൾ എനിക്ക് മനസ്സിലായില്ല. അപ്പേ പ്യാരെന്തി. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് പേരെന്താണെന്ന്. പ്യാരി തെരി എന്ന് ചോദിച്ചു. അപ്പി എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടും നല്ലതാവും. അത് വേറൊരിക്കലും ഒരു കല്യാണത്തിന് പോയപ്പോൾ മഞ്ഞ നിറത്തിലുള്ളൊരു വെള്ളം സപ്ലൈ ചെയ്തു. ഏത് കല്യാണത്തിന് പോയാലും മഞ്ഞ നിറത്തിൽ DDT ക്ലോർഫൈറിഫോസും മാലത്തിയോണൊക്കെ മിക്സ് ചെയ്തിട്ടുള്ളൊരു സാധനം തരുമല്ലോ. എല്ലാ കീടനാശിനികളും ഉണ്ടായിരുന്നു. ഇതിങ്ങനെ ടേസ്റ്റ് ചെയ്തിങ്ങനെ മഞ്ഞ നിറം കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുടുംബത്തെ കാരണം ഒരു വെള്ളം ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ പറയാം, വെള്ളങ്ങളെ കുടിക്കണം, നല്ല ടാസ്റ്റ് വെള്ളങ്ങൾ തന്നെ, ഇവിടെ തപ്പികൾ കലക്കിയ വെള്ളങ്ങൾ തന്നെ, വാ. മഞ്ഞ നിറമാണ്. ആകെ ഞെട്ടിപ്പോയി. ചോദിച്ചു എന്തായാലും അപ്പികൾ കലക്കിയ ടാസ്റ്റ് വെള്ളങ്ങൾ കുടിക്കണം. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് കുട്ടികൾ കലക്കിയ വെള്ളമാണ്. തിരുവനന്തപുരത്തിൻ്റെ പ്രത്യേകത. വാട്സാപ്പ് എന്ന് പറയുന്ന ഒരു സാധനമില്ലെങ്കിൽ മനുഷ്യ ജീവിതത്തിൻ്റെ ഈ അടുത്ത നിമിഷത്തെ അവസ്ഥ ഉണ്ടാവുമെന്ന് ഞാൻ അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. വാട്സ്ആപ്പ് അത് ഏത് ഭാഷയാണ്? വാട്സാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷാണെന്നാണ് നിങ്ങളുടെ വിചാരം. അല്ല, തിരുവനന്തപുരം ഭാഷയാണ്. വാട്സ് എന്ന് പറഞ്ഞാൽ വാട്സ് എന്ത്. വാട്സ് എൻ്റെ ആപ്പ്, അപ്പി. അതിരാവിലെ ഈ മൊബൈൽ ഫോൺ എടുത്തിട്ട് ഇതിലിങ്ങനെ കുത്തിയിട്ട് എൻ്റെ അപ്പി എന്നൊരു സന്ദേശങ്ങൾ അയച്ചിട്ട് ചോദ്യങ്ങൾ തന്നെ. അതാണ് തിരുവനന്തപുരം. എന്തായാലും വേണ്ടത് തന്നെ. അങ്ങനെയുള്ള നമ്മുടെ കേരളത്തിൻ്റെ നമ്മളെ ഭരിക്കുന്ന 140-ലധികം ആളുകൾ ഇരിക്കുന്ന 140+1 അങ്ങനെയാണ്. എല്ലാവരും അവിടെ ഇരിക്കുന്നു. അപ്പോൾ കൊട്ടാരക്കാരനായ ഒരു മന്ത്രി ഉണ്ടല്ലോ അല്ലേ? എന്തായാലും എന്നെ സംബന്ധിച്ചാൽ നടക്കാൻ പോകുന്നില്ല. KSRTC സംബന്ധിച്ച് നിങ്ങളെല്ലാവരും ഒന്നും പറയേണ്ട കാര്യമില്ല. അതൊക്കെ ഞാൻ ശരിയാക്കി തരും. അതിനകത്ത് വേറെ കാര്യങ്ങളൊന്നും പറയേണ്ട കാര്യമില്ല. അതെങ്ങനെയാണെന്ന് എനിക്കറിയാം എന്ന് പറയുന്ന നമ്മുടെ പ്രിയങ്കരനായ സിനിമാ നടന്ന സുഹൃത്ത് നമ്മുടെ ഗണേശനാണ്. എത്രയെത്ര സിനിമ ഞങ്ങളുടെ മേഖലയിലെ എത്രയോ വലിയ നടന്മാർ തിരുവനന്തപുരത്തുകാരാണ് അല്ലേ? ആദ്യത്തെ ഹീറോ തിക്കുറി സുകുമാരൻ നായർ സാറ് തിരുവനന്തപുരത്തുകാരൻ. പിന്നെ പാട്ട് കൊണ്ടും പാട്ടിനേക്കാൾ ഉപരി അഭിനയം കൊണ്ട് നമ്മളെ ഇന്നും അത്ഭുതപ്പെടുത്തുന്ന സത്യൻ സാർ അല്ലേ? പകൽ കിനാവിൻ സുന്ദരമാകും പാലാഴിക്കരയിൽ നമ്മളെ ഞെട്ടിച്ചു കളഞ്ഞ നടന്മാരിലൊരാണ് സത്യൻ സാർ. ദ ഗ്രേറ്റ് ആക്ടർ. താഴമ്പു മണമുള്ള തണുപ്പുള്ള രാത്രിയിൽ തനിച്ചിരുന്നുറങ്ങുന്ന ചെറുപ്പക്കാരി. ഗ്രേറ്റ് ആക്ടർ. എന്താ അറിയില്ലേ? പിന്നെ പ്രണയനായകൻ അല്ലേ? പ്രേമത്തിൻ്റെ അങ്ങേയറ്റം കാണിച്ചു തന്ന സുന്ദരിമാരുടെ ഹൃദയത്തിലേക്ക് പ്രാണസഖി. എന്താണ് പാടാൻ? പ്രാണസഖി ഞാൻ വെറുമൊരു പാമരനാം പാട്ടുകാരൻ ഗാനലോകവീഥികളിൽ വേണൂതുമാട്ടിടയൻ പ്രാണസഖി ഞാൻ. കയ്യടിക്കാനൊക്കെ വളരെ മോശമാണ്. പുഴകൾ, മലകൾ, പൂവനങ്ങൾ, ഭൂമിക്കു കിട്ടിയ സ്ത്രീധനങ്ങൾ, സന്ധ്യകൾ, മന്ദാര ചാമരം വീശുന്ന ചന്ദന ശീതള മണൽപ്പുറങ്ങൾ, പുഴകൾ എല്ലാം കാണിച്ചു തരും. നിലാവിലേക്ക് കാണിച്ചു തരും. വൃശ്ചിക പൂനിലാവേ
പിച്ചകപ്പൂനിലാവേ മച്ചിന്റെ മേലിരും ഒളിച്ചു നോക്കാൻ ലജ്ജയില്ലേ ലജ്ജയില്ലേ നിനക്കൂ ലജ്ജയില്ലേ. നസീർ സാറിനെ പോലെ അത്രയും സുന്ദരനായ ഒരു നായകൻ വേറെ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടാവൂലേ? നസീർ സാറ് 40 കൊല്ലമൊക്കെ ഹീറോ ആയിരുന്നു. അതിനുശേഷം പിന്നീട് അവിടേക്ക് എത്തപ്പെട്ട നടനാരാണ്? അതും തിരുവനന്തപുരത്തുകാരനാണ്. വിമല ഹൃദയ കോൺവെന്റിന്റെ ആനുവൽ ഡേ സെലിബ്രേഷനിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷം. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും മിടുക്കന്മാരായ നാളത്തെ പൗരന്മാരെ വാർത്തെടുക്കാൻ വേണ്ടി സ്വന്തം ജീവിതം തന്നെ മാറ്റിവെക്കപ്പെട്ടവരാണ്. ഒരു കുട്ടിയുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത് അച്ഛനമ്മമാരുടെ എന്താ പറയേണ്ടത്, അവരുടെ ഒരു കരുതലാണ്, സ്നേഹമാണ്. ഓരോ അച്ഛനമ്മമാരും ഓരോ നിമിഷവും ഉരുകിയിട്ടാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കുട്ടികളുടെ ഭാവിയെക്കുറിച്ചുള്ള ആശങ്കയാണ് അച്ഛനമ്മമാരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വേദനാണ്. കുട്ടികൾ നല്ല നിലയിലെത്തുമ്പോൾ അവർ ആഹ്ലാദിക്കും. പക്ഷെ നിങ്ങളുടെ മക്കളെല്ലാം നല്ല വിദ്യാഭ്യാസം നേടട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. വിമല ഹൃദയ കോൺവെന്റ് സ്കൂൾ അതിനെപ്പറ്റി ഏറ്റവും ഗംഭീരമായ രീതിയിൽ കുട്ടികളെ പഠിപ്പിച്ച് പുറത്തിറക്കുന്ന ഒരു സ്കൂളാണെന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല, നിങ്ങൾക്കുമില്ല. സ്കൂൾ മാനേജർക്കും പ്രിൻസിപ്പളിനും സന്തോഷമായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു പരിപാടിക്ക് വന്ന് അവരെ ആഹ്ലാദിപ്പിക്കുക എന്നതാണ് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ആഘോഷം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസ. ഇവനാണ് അടുത്ത തലമുറയിലെ ഏറ്റവും മിടുക്കനാകാൻ പോകുന്ന കലാകാരൻ. രാജാവ് നഗ്നനാണ് എന്ന് വിളിച്ചു പറഞ്ഞവൻ ഇവനാണ്. ഇവനായിരിക്കട്ടെ എൻ്റെ ഏറ്റവും വലിയ, അവനൊന്നും ശ്രദ്ധിക്കുന്നില്ല, ഇതിന് ഓപ്പോസിറ്റ് പെർഫോമൻസ് ആണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് ആൾക്കാർ. പിന്നെ ഭരത് ഗോപിയാചാനൊക്കെ നൃത്തം മനോഹരമായിരുന്നു, അഭിനന്ദനങ്ങൾ. ഭരത് ഗോപിയാചാനെ പോലെ ഒരു നടനുണ്ടോ? അത് പിന്നെ രോഹിണിക്ക് കുളിക്കാൻ ജപിക്കണമെങ്കിൽ ഇവിടെ ഞാൻ പോയി കഴിക്കാൻ എന്തെങ്കിലും വാങ്ങിച്ചുകൊണ്ടുവരാം. വൻ ആക്ഷനാണ് അദ്ദേഹം. ചിറയം കഴിയാറുണ്ട് നസീർ സാറിൻ്റെ നാട്ടിൽ. പിന്നെ തിരുവനന്തപുരത്തുകാരനായി മാറിയ ഒരു മഹാനായ നടനുണ്ട്, അതാണ് എന്നെ ഏറ്റവും ദുഃഖിപ്പിക്കുന്ന ആ വിടവാങ്ങൽ. അങ്ങനല്ല, അത് പ്രസംഗം നിർത്താൻ വേണ്ടി അടിക്കേണ്ടതാണ്, താളത്തിലടിക്കാം. കറുകാറേ കാർമുകിൽ കൊമ്പനാന പുറത്തേറിയും നല്ലും കൂർത്തെ ചികി ചികി ചക്കം ദൈ ദൈ ചികി ചികി ചക്കം ദൈ ദൈ ചികി ചികി ചക്കം ദൈ ചികി ചികി ചക്കം ദൈ ചികി ചികി ചക്കം ദൈ. കർക്കിടകത്തെ വരെ കുടം കുടം തുട. ഒരു ഫോട്ടോ എടുക്കുക, ക്യാമറയിൽ തൂക്കിയിട്ട് ചുമ്മാ നടക്കാതെ ഇങ്ങോട്ട് വരിക. ക്യാമറ കണ്ടാൽ എന്തോ ഒരു തരം വിറ വരും. എടുക്കുക. ആലയതറ വേണം, അടുത്തൊരമ്പലം വേണം. ഫോണിൽ ജസ്റ്റ് റെക്കോർഡ് ചെയ്യാണോ കൈയടിക്കുകയാണോ? ഒരു കൈയ്യെ ക്യാമറയിലും ഒരു കൈ രണ്ടും കൂടെ അടിക്കുക. ഇപ്പൊ വരുന്നതാണല്ലോ. എവിടെ ആയിരുന്നു ചായോ? നോക്കിയില്ല, അവിടെ ഒന്ന് ഇരിക്കുക. അതിന് കാക്കും പലയൊന്നു തൊടുത്തേ തൊടുത്തേ തകതകത അങ്ങേ കിഴക്കത്തെ ചെന്താമര കുളിരിന്റെ ഈറ്റില്ല തണലില് വെറ്റുനോവിൻ പേരാറ്റുറവ ഒരുകിയൊലിച്ചേ തകതകത. ചതിച്ചില്ലേ നീയും ചതിച്ചില്ലേ ചതിച്ചേ തകതകത. എനിക്കൊരു 2 മണിക്കൂർ പെർഫോമൻസിന് ഞാൻ ഓൺ ദ സ്പോട്ട് എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എന്താ പറയുക, പെർഫോം ചെയ്യാൻ തുടങ്ങിയത് 2 ഗംഭീര പ്രസംഗങ്ങൾ കഴിഞ്ഞതാണ്. നിങ്ങളെല്ലാവരെയും ഏറ്റവും കൂടുതൽ ചിന്തിപ്പിച്ച ബഹുമാനപ്പെട്ട അധ്യക്ഷയുടെ മദറിൻ്റെയും അതിനുശേഷം നമ്മുടെ ഏറ്റവും ബഹുമാനായ അനിൽ സേവ്യർ സാറിൻ്റെയും പ്രസംഗത്തിന് ശേഷം ഈ നമ്പറുകൾ എടുത്തിട്ടാലേ ഓടുള്ളൂ വണ്ടി. പിന്നെ മാത്രമല്ല ആ സ്റ്റേജിലേക്ക് ഞാൻ പ്രവേശനം തടയപ്പെട്ട ആ കുട്ടികൾക്കും ഒരു ചിരി വരണമല്ലോ, ഇയാൾ എന്തിനു കാണിക്കണത് എന്ന് വരണമല്ലോ. അപ്പോൾ അങ്ങനെ സിനിമയിലെ നമ്മുടെ പ്രിയപ്പെട്ട നായകന്മാർ, രാഷ്ട്രീയ രംഗത്തുള്ളവരുണ്ട് കേട്ടോ. കേരളം എന്ന് പറയുന്നത് പോയി കാലുമാറ്റങ്ങളുടെ സ്ഥലമാണ്. ഒരു കാല് കുറേ കാലം ഒരു സ്ഥലത്ത് വയ്ക്കും, അതിന് ഇങ്ങോട്ട് മാറ്റും. കാല് മാറുക, ഓപ്പോസിറ്റ് പാർട്ടിയിൽ വരിക, മത്സരിക്കുക. അപ്പോൾ എനിക്കൊരു പ്രസംഗം ഓർമ്മ വരികയാണ്. നമ്മുടെ ചാക്യാമാരെ തോൽപ്പിച്ച ഒരു രാഷ്ട്രീയ നേതാവുണ്ട്, ചാക്യാരിൽ രാമചന്ദ്ര. അങ്ങനെ ഇരിക്കുന്ന ഭഗവാൻ ശ്രീരാമചന്ദ്രൻ ഭഗവാന്മാരെ രക്ഷിക്കട്ടെ ആയതി പ്രകാരം
നമ്മുടെ മുൻ മുഖ്യമന്ത്രി കാലമാറ്റത്തെക്കുറിച്ച് ഉഗ്രൻ കാലമാറാൻ നടക്കുന്നവൻ കാലമാറിയ ശേഷം ചോദിക്കുകയാണ് വോട്ട് വേണം, വോട്ട് വേണം, വോട്ട് വേണമത്രേ. ഇനിയും കാലമാറ്റക്കാരുണ്ടോ? അതിനേക്കാൾ ഗംഭീരമായിട്ടുള്ള ഒരു കോണ്ടംപററി പൊളിറ്റിക്സ് കൂടി ഇല്ല. കാലമാറ്റക്കാരുടെ ഒരു നാടായി ഇടതുകാലിൽ പന്ത് വലതുകാലിലേക്ക് വെക്കുന്ന നാരായണത്ത് ഭ്രാന്തനേക്കാൾ വലിയ ഭ്രാന്തന്മാർ. നമ്മുടെ VSR ഞാനൊരു വെറുതെ ഒരു ഗ്ലിംസസ് വായിച്ചു പോവാണ്. പിന്നെ കുറേ കാലം സാറിനൊക്കെ അറിയാം, നമ്മുടെ നാട്ടിൽ മുഖ്യമന്ത്രിയായിരുന്നു, 2 തവണ കേന്ദ്രമന്ത്രിയായിരുന്ന ഒരാളുണ്ട്. മലയാളം പറയുന്നവർ ഇംഗ്ലീഷ് പറയും. ആക്ച്വലി that's why I am telling that India facing problems. Almost all the sides of our nation facing problems. That is not only northeast but also west south. You know one thing, I thoroughly know only one grammar word, that is not only potential. Sometimes I place this grammar word in front of almost all the sentences I deliberate. That's all. ഞാൻ കോൺഗ്രസിൽ തന്നെയാണ്, എൻ്റെ മകൻ പാർട്ടി കാലി മാറിയാണ്. അപ്പോൾ പത്തനംതിട്ട തെരഞ്ഞെടുപ്പ് മത്സരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അനിൽ ചോദിക്കും. പക്ഷേ എൻ്റെ ഉള്ളിൽ ഞാൻ പ്രാർത്ഥിച്ചത് അനിൽ ജയിക്കണമെന്ന്. ഒരേ സമയം തോൽക്കണമെന്നും ഉള്ളിൽ ജയിക്കണമെന്നും പ്രാർത്ഥിക്കുന്നവരാണ് യഥാർത്ഥ പിതാവ്. അതുപോലെ തന്നെ അത് എൻ്റെ വ്യക്തിപരമായ കാര്യം. പക്ഷേ വിമല ഹൃദയം ഗവൺമെൻറ് സ്കൂളിലെ എല്ലാ കുറ്റികളും, ഇവിടുത്തെ ഓരോ ചെറിയ കുറ്റി മുതൽ വലിയ കുറ്റി മുതൽ എല്ലാ കുറ്റികളും മിടുക്കന്മാരാവട്ടെ, ഒരിക്കലും കാലുമാറാതെ മിടുക്കന്മാരാവട്ടെ എന്ന് ആശംസിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും എതിരിയിരിക്കുന്ന ബഹുമാനപ്പെട്ടവരും മുമ്പിലിരിക്കുന്ന ഏവർക്കും വലിയ ഹൃദയം നിറഞ്ഞ ആശംസ എന്ന് പറയുന്ന ആന്റണി സാർ. പക്ഷേ ഇവർക്കൊക്കെ എന്നെ ഇഷ്ടമാണ് കേട്ടോ. ഞാൻ ഇവരെയൊക്കെ അവരുടെ മുമ്പിൽ അവതരിപ്പിച്ചതാണ്, അസംബ്ലിയിലും മറ്റുള്ളവർക്കൊക്കെ. അപ്പോൾ തിരുവനന്തപുരത്ത് എന്തരണ്ണ എന്നാണ് കൊല്ലത്ത് വരുമ്പോൾ എന്തുവാ ഇയാൾ എന്തുവാണ് കൊല്ലത്തൊക്കെ പണ്ട് ട്രെയിൻ വന്നിറങ്ങി കഴിഞ്ഞാൽ ജരാണ്ണ എന്തുവാണ് ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട 90 എന്ന് പറയുന്ന കുറച്ച് ഈ കൊല്ലത്താണ് ഞാൻ നേരത്തെ പറഞ്ഞ സംഗീതത്തിൻ്റെയും നാടകത്തിൻ്റെയും സാഹിത്യത്തിൻ്റെ ഒക്കെ വലിയ മഹാനഗരമാണ്. ONV സാറിൻ്റെ കവിതകളൊക്കെ കുട്ടികൾക്ക് അറിയാമോ? കുടപ്പിറപ്പുകൾ മണ്ണു പങ്കിട്ടു പല കൂറായി പകുത്തു കൂടാരങ്ങൾ തീർത്തിവിട അവരൻ്റെ സ്വൈരത്ത സ്വപ്നത്തെയും അവനരുമയായി പോറ്റും അജവൃന്ദത്തെയും നിരന്തരം കവർന്നും കശാപ്പു ചെയ്തും വീരപരിവേഷമാടും കഥ തുടർന്നീടവേ. ഈ കൊട്ടാരക്കരയുടെ വർഷങ്ങളിലൂടെ എൻ്റെ കൊച്ചുകാലുകൾ കൊണ്ട് ഞാൻ എത്രയോ നടന്നിരിക്കുന്നു. അതിനുശേഷവും നന്മയുള്ള ഒരുപാട് മനുഷ്യർ ജീവിച്ച ഒരു ഇടമാണിത്. ഇപ്പോൾ ഉള്ളവരും നന്മയുള്ളവരാണ്, സ്നേഹമുള്ളവരാണ്. ഞാൻ നേരത്തെ പിന്നെ ഞങ്ങളുടെ MP മന്ത്രിയെക്കുറിച്ചൊക്കെ പറഞ്ഞു. പത്തനംതിട്ടക്കാരും ഇങ്ങനെയല്ല സംസാരിക്കുക. അവർ പറയുമ്പോൾ എന്നാ ഇടപാടാന്നേ, ഓ എന്നാ വീടാന്നേ, അയ്യോ എന്നാ കാറാന്നേ, ജർമ്മനിയിൽ എന്നാ സൗകര്യമാന്നേ എന്ന് പറയുന്ന പത്തനംതിട്ടക്കാർ. പക്ഷെ ഇതിനെ വെല്ലുന്നവരാ കോട്ടയംകാർ. ചോദ്യം തന്നെയാണ് ഉത്തരം. എവിടെ പോയിരുന്നു? എവിടെ പോകാനാ? അത് കഴിച്ചായിരുന്നോ? ഓ എന്നാ കിട്ടാൻ? പുള്ളിക്കാരൻ വരുമോ? ഉണ്ടോ? ഇന്ന് തന്നെ ഇങ്ങോട്ട് പുറപ്പെടുമല്ലോ ഇല്ലേ? ഇന്ന് തന്നെ പുറപ്പെടണോ? അങ്ങനെ ചോദ്യം തന്നെ ചോദ്യമായ സ്ഥലം. ആലപ്പുഴക്കാരിതോണ്ട് എന്ന് പറയുന്ന ആലപ്പുഴക്കാർ, കൊച്ചാട്ടാതോ എന്ന് പറയുന്നത്. കൊച്ചിയിലെത്തിക്കഴിഞ്ഞാൽ നിങ്ങ പോണിയാണാ എന്ന് ചോദിക്കുന്ന ആൾക്കാർ ഞങ്ങ പോണി. പിന്നെ എന്തിനും തേങ്ങ എന്ന് പറയുന്നത് ഞങ്ങൾ തൃശ്ശൂർക്കാർ എന്തൊക്കെ തേങ്ങ എന്ന് പറഞ്ഞാൽ തന്നെ ശ്രേഷ്ഠമായ ഒന്നാണ്. അതിനെ ഞങ്ങളുടെ നാട്ടിൽ വരെ ഒരു തേങ്ങയില്ല എന്നാണ്.
ഇതൊരു തേങ്ങയുടെ ഷൂട്ടിങ്ങിന് തേങ്ങയുടെ മൂടാ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ തൃശ്ശൂർക്കാർ. അങ്ങനെ വൈവിധ്യമാർന്ന മലയാളികൾ. ഈ കുട്ടികളൊക്കെ നാളെ എല്ലാ ജില്ലയും സാറിനെ പോലെ, സാറ് പാലക്കാട് കളക്ടറായിരുന്നു, കോഴിക്കോട് കളക്ടറായിരുന്നു അല്ലേ, ഒരുപാട് സ്ഥലത്ത് ജോലി ചെയ്തിട്ടുണ്ട്. എല്ലാ സ്ഥലത്തെയും ഭാഷകളൊക്കെ കുട്ടികൾക്ക് അറിഞ്ഞിരിക്കുന്നത് വളരെ നല്ലതാണ്. ഇവിടെ വെച്ച് ബഹുമാനപ്പെട്ട പ്രിൻസിപ്പളാണ് ഹെഡ് മിസ്ട്രസ് പറഞ്ഞു തൃശ്ശൂരിൽ ജോലി ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. പാം പറഞ്ഞു എന്നാണ് വാക്ക്, അങ്കമാലി ഭാഗത്തൊക്കെ അവനോട് പാം പറഞ്ഞു. അപ്പം എന്തോ പാമ്പറാണെന്ന് വിചാരിച്ചു ഒരു കൊല്ലത്തുകാരൻ. പാമ്പർ ഇല്ലേ, പാം പറഞ്ഞു, പോകാൻ പറഞ്ഞ. അങ്ങനെ വൈവിധ്യമാർന്ന മലയാള നാട്. ഇവിടെ തന്നെ എത്ര മലയാളങ്ങൾ, എത്ര മലയാളികൾ, ലോകത്തെവിടെ ചെന്നാലും എത്ര മലയാളികൾ. ഞാനിപ്പോൾ ന്യൂസിലാൻഡ് മുതൽ കാനഡ വരെ ഉള്ള ലോകം മുഴുവൻ ഉള്ള മലയാളികൾ. ഇതൊക്കെ നമ്മുടെ വിദ്യ കൊണ്ട് അറിവ് നേടിയവരാണ്, വിദ്യ കൊണ്ട് സ്വതന്ത്രരായവരാണ്, അറിവ് കൊണ്ട് സ്വാതന്ത്ര്യം നേടിയവരാണ്, അറിവ് കൊണ്ട് പ്രബുദ്ധരായവരാണ്. ആ തലമുറയിലേക്ക് ഇതാ വിമല ഹൃദയ കോൺവെൻറ്റ് സ്കൂളിൽ നിന്ന് കുട്ടികളും അണിഞ്ഞൊരുങ്ങുകയാണ്. വിദ്യാഭ്യാസത്തിലൂടെ മികച്ച വിജയം നേടുന്നവരായി വരുന്നു. അവരുടെ കലയിലൂടെയും. ഞാൻ അവിടെ നിൽക്കുള്ളൂ. വിദ്യാഭ്യാസമൊക്കെ നമ്മുടെ ബഹുമാനപ്പെട്ട അനിൽ സേവ്യർ സാർ ഇനിയും നിങ്ങളോട് വന്ന് സംസാരിക്കും. ഞാനെപ്പോഴും കലയുടെ ഭാഗത്ത് നിൽക്കുന്ന ആളാണ്. കല അത്ര മോശപ്പെട്ട ഒരു കാര്യമല്ല എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ എല്ലാ കുട്ടികൾക്കും എല്ലാ ആശംസകളും നേരുകയാണ്. ഇന്നിവിടെ ഈ പരിപാടിയുടെ വേദിയിലിരിക്കുന്ന എല്ലാ പ്രഗത്ഭർക്കും ഈ അവരോടൊപ്പം വേദി പങ്കിടാൻ കഴിഞ്ഞുള്ള സന്തോഷം പങ്കുവയ്ക്കുകയാണ്. നമുക്കെല്ലാവർക്കും വീണ്ടും ഒരിക്കൽ കൂടെ കാണാനുള്ള അവസരം ഉണ്ടാവട്ടെ. ഞാൻ ഇനി സംസാരിച്ചാൽ പിന്നെ ആകെ പ്രശ്നമാവും. പക്ഷേ എന്നെ ഈ പരിപാടിക്ക് വേണ്ടി ക്ഷണിച്ച അജയ്, അദ്ദേഹം വന്നിട്ടുണ്ടാവും, മനോജ് ഇവിടെയുണ്ട്, ദുബായിലുള്ള, അവരോടൊക്കെ നന്ദി പറയുന്നു. നിങ്ങളോട് നന്ദി പറയുന്നു. ഏകദേശം മനോഹരമായ ഒരു അന്തരീക്ഷത്തിലേക്ക് പോവുകയാണ്. സന്ധ്യ മയങ്ങുകയാണ്, ഒരു ചെറിയ ഇരുട്ട് പരക്കുകയാണ്. അവിടെ കലയുടെ ചിലമ്പലുകൾ ഉയരുകയാണ്, സംഗീതം ഉണരുകയാണ്. നമുക്കെല്ലാവർക്കും ഇന്നത്തെ ഈ ദിവസത്തെ ഒരു ആഘോഷകരമാക്കി മാറ്റാം. ദയവ് ചെയ്ത് എന്നെ പറഞ്ഞു വിടണം. നാളെ കാലത്ത് 6 മണിക്ക് വർക്കുള്ളതാണ്. അത് മുഖത്ത് ക്യാമറ വയ്ക്കുമ്പോൾ ഉറക്കക്ഷീണം വന്നാൽ അപകടമാണ്. അതുകൊണ്ട് ഈ മീറ്റിങ്ങിൽ എന്നെ കൂടെ പോകാൻ അനുവദിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ കുട്ടികളുടെയും വിജയത്തിനുള്ള പ്രാർത്ഥനകൾ, അച്ഛനമ്മമാരുടെ മനസ്സമാധാനത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ, അധ്യാപകരുടെ ഊർജ്ജസ്വലതയ്ക്കുള്ള പ്രാർത്ഥനകൾ, ഈ വിദ്യാലയം ഒരു വലിയ സരസ്വതി ക്ഷേത്രം എന്ന നിലയിൽ ദീപം തെളിയിക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിച്ചതാണ്. എല്ലാം ശുഭമാവട്ടെ. ഏവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി, നമസ്കാരം. Thank you, sir, for that extraordinary